നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാമൂഹ്യ ബോധത്തിന്റെ കുറവാണ് സമൂഹത്തിൽ കുറ്റവാസനകൾ കൂടുന്നതിനുള്ള കാരണമെന്ന് എം.ആർ. അജിത് കുമാർ IPS. കാണിപ്പയ്യൂരിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 25,000 രൂപയും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ പ്രശസ്തമായ ഇല്ലനിറ. ചാട്ടുകുളത്ത് ക്ഷേത്രത്തിന്റെ ഫ്ലെക്സ് ബോർഡുകളും ബസ് സ്റ്റോപ്പും സാമൂഹ്യ വിരുദ്ധർ തല്ലിത്തകർത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തയെ മർദ്ദിച്ചതിനെതിരെ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധ പ്രകടനം. സംസ്ഥാന സർക്കാരിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിക്ക് മേഖലയിലെ പഞ്ചായത്തുകളിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. സാമൂഹ്യ ബോധത്തിന്റെ കുറവാണ് സമൂഹത്തിൽ കുറ്റവാസനകൾ കൂടുന്നതിനുള്ള കാരണമെന്ന് എം.ആർ. അജിത് കുമാർ IPS. സാമൂഹ്യ ജീവി എന്ന ബോധം കുറഞ്ഞ് മനുഷ്യൻ വ്യക്തിയിലേക്ക് ചുരുങ്ങുകയാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതെന്ന് മധ്യമേഖലാ IG എം.ആർ. അജിത് കുമാർ IPS പറഞ്ഞു. കുന്നംകുളം പ്രസ് ക്ലബും പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ഓഫ് നഴ്സിംഗ് സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ടെക്നോളജിയിലും കമ്മ്യൂണിക്കേഷൻസിലും മാറ്റങ്ങൾ ഇത് ലോകത്ത് എവിടെയും നടക്കുന്ന കാര്യം എവിടെ നിന്നും കിട്ടും. ഇന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ലോകത്ത് ഏത് നടന്നാലും ഇപ്പോൾ അറിയാൻ പറ്റും. കൂട്ടുകുടുംബങ്ങൾ തകർന്ന് അണുകുടുംബമായത് നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുണ്ട്. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിക്കാൻ കാരണം കൂട്ടുകുടുംബങ്ങളുടെ തകർച്ചയാണ്. സ്ത്രീ സുരക്ഷ സാമൂഹ്യ സുരക്ഷയായി കാണണം. സുരക്ഷ ഓരോരുത്തരും സ്വീകരിക്കേണ്ട മുൻകരുതലുകളാണ്. സ്ത്രീകൾ സ്വന്തം ശക്തി തിരിച്ചറിയണം. സ്ത്രീ സുരക്ഷ, കുട്ടികളുടെ സുരക്ഷ എന്നിങ്ങനെ സുരക്ഷയെ കമ്പാർട്ട്മെന്റുകളാക്കരുത്. സ്ത്രീയും പുരുഷനും വ്യത്യസ്തരല്ല എന്ന ചിന്താഗതിയാണ് വളർത്തിയെടുക്കേണ്ടത്. ദീർഘകാലത്തെ പോലീസ് ജോലിയിൽ പല കേസുകളിലും വീട്ടിൽ നിന്നുള്ള പീഡനങ്ങളാണ് സ്ത്രീകളെയും കുട്ടികളെയും ബാധിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ഡെന്നി പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KPN അമൃത മുഖ്യപ്രഭാഷണം നടത്തി. വളരെ നിശ്ചലമായിട്ടുള്ള, വളരെ നിർമ്മമമായിട്ടുള്ള ഒരു മുഖമായിരുന്നു. ആ കുട്ടി ഒരു ഫോട്ടോ എടുത്ത് എന്റെ കൂടെയുള്ള ആളുകളോട് കാണിച്ചു കൊടുക്കുമ്പോൾ അവരോട് പറയുന്നത് ഈ ഫോട്ടോ ഈ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട കേസ് നടന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ് പത്രത്തിൽ വന്നിരിക്കുന്നത്. ആ പത്രത്തിന്റെ കട്ടിങ് കാണിച്ചിട്ട് ആ കുട്ടി പറയുന്നത് ഇതാണ് മുഖ്യപ്രതി, മാഡം കണ്ടു, ഇതാണ് രണ്ടാം പ്രതി, മാഡം കണ്ടു എന്നാണ് ചോദിക്കുന്നത്. പ്രിൻസിപ്പാൾ അഡ്വക്കേറ്റ് ഫാരിദ അൻസാരി, നൂർ മുഹമ്മദ്, PA ഷഹീദ്, റോസിലി എന്നിവർ പ്രസംഗിച്ചു. കാണിപ്പയ്യൂരിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 25,000 രൂപയും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ചു. കാണിപ്പയ്യൂരിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 25,000 രൂപയും സ്വർണ്ണ വെള്ളി ആഭരണങ്ങളും കവർന്നു. കാണിപ്പയ്യൂർ മടിശ്ശേരി രാജൻ ഭാര്യ അജിത രാജന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അജിതയുടെ അമ്മയ്ക്ക് അസുഖമായതിനാൽ ഈ മാസം 21-ന് അജിത വീട് പൂട്ടി പാടൂക്കാടുള്ള സ്വന്തം വീട്ടിലേക്ക് പോകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വീടിന്റെ ജനലകൾ തുറന്നു കിടക്കുന്നത് കണ്ട നാട്ടുകാരാണ് വീട്ടിൽ മോഷണം നടന്നതായുള്ള വിവരം അജിതയെ അറിയിച്ചത്. വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. വീടിനുള്ളിലെ അലമാര കുത്തിത്തുറന്നാണ് പണവും ആഭരണങ്ങളും കവർന്നിട്ടുള്ളത്. സ്വർണ്ണമോതിരങ്ങൾ, വെള്ളി പാദസരങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയും മോഷണം പോയിട്ടുണ്ട്. കുന്നംകുളം നഗരപ്രദേശങ്ങളിൽ മോഷണം വ്യാപകമാവുകയാണ്. കാണിപ്പയ്യൂരിൽ തന്നെ 2 മാസത്തിനുള്ളിൽ അടച്ചിട്ട വീടുകൾ കുത്തിത്തുറന്ന് സമാനമായ രീതിയിൽ 2 മോഷണങ്ങൾ നടന്നിരുന്നു. 2 മോഷണ കേസുകളിലും പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെയും മോഷ്ടാക്കളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ പ്രശസ്തമായ ഇല്ലനിറ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലനിറ നാളെ ആഘോഷിക്കും. രാവിലെ 10:36 മുതൽ 11:40 വരെയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങുകൾ നടക്കുക. പുതിയതായി കൊയ്തെടുത്ത കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ചു ലക്ഷ്മി പൂജ ചെയ്ത് ഗുരുവായൂരപ്പന്റെ ശ്രീലകത്ത് നിറയ്ക്കുന്നതാണ് ചടങ്ങ്. തുടർന്ന് കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. പൂജിച്ചു ലഭിക്കുന്ന കതിരുകൾ വീടുകളിലും സ്ഥാപനങ്ങളിലും സൂക്ഷിക്കുന്നത് ഐശ്വര്യമാണെന്നാണ് വിശ്വാസം. ഇല്ലനിറയ്ക്ക് ആവശ്യമായ കതിർക്കറ്റകൾ നാളെ ഉച്ച മുതൽ ക്ഷേത്രനടയിൽ എത്തിച്ചു തുടങ്ങും. കിഴക്കേ നടയിലെ കല്യാണ മണ്ഡപത്തിൽ സൂക്ഷിക്കുന്ന കതിർക്കറ്റകൾ വെള്ളിയാഴ്ച രാവിലെ പാരമ്പര്യ അവകാശികളായ അഴീക്കൽ, മനയം കുടുംബങ്ങളിൽ നിന്നുള്ളവർ ശിരസിലേറ്റി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന് മുന്നിൽ അരിമാവ് അണിഞ്ഞ് നാക്കില വെച്ചതിനു മുകളിൽ സമർപ്പിക്കും. തുടർന്ന് തീർത്ഥം തെളിച്ച് ശുദ്ധി വരുത്തിയ കറ്റകൾ കീഴ്ശാന്തി നമ്പൂതിരിമാർ ശിരസിലേറ്റി നമസ്കാര മണ്ഡപത്തിലെത്തിക്കും. തുടർന്ന് മേൽശാന്തി ലക്ഷ്മി പൂജ നടത്തും. ഒരു കെട്ട് കതിർക്കറ്റ പട്ടിൽ പൊതിഞ്ഞ് ഓട്ടുരുളിയിലാക്കി ശ്രീകോവിലിനുള്ളിലെത്തിച്ച് ഗുരുവായൂരപ്പന് നിറയ്ക്കുന്നതോടെ ചടങ്ങ് പൂർത്തിയാകും.
ഗുരുവായൂരിന്റെ പരിസര ക്ഷേത്രങ്ങളായ പാർത്ഥസാരഥി, തിരുവെങ്കിടാചലപതി, പെരുന്തട്ട, നാരായണംകുളങ്ങര എന്നീ ക്ഷേത്രങ്ങളിലും വെള്ളിയാഴ്ച ഇല്ലംനിറ ആഘോഷിക്കും. ഇല്ലംനിറയ്ക്ക് ശേഷമുള്ള തൃപ്പുത്തരി ചടങ്ങ് ഓഗസ്റ്റ് 26-നാണ്. പുതിയതായി കൊയ്തെടുത്ത നെല്ലിന്റെ അരി കൊണ്ട് തയ്യാറാക്കിയ പായസം ഗുരുവായൂരപ്പന് നിവേദിക്കുന്നതാണ് ഈ ചടങ്ങ്. ഉപ്പുമാങ്ങയും പത്തിലക്കറിയും ഉച്ചപൂജയ്ക്ക് ഭഗവാന് നിവേദിക്കുന്നതും തൃപ്പുത്തരയുടെ പ്രത്യേകതയാണ്. ചാട്ടുകുളത്ത് ക്ഷേത്രത്തിന്റെ ഫ്ലെക്സ് ബോർഡുകളും ബസ് സ്റ്റോപ്പും സാമൂഹ്യ വിരുദ്ധർ തല്ലി തകർത്തു. ചാട്ടുകുളത്ത് കാവിലക്കാട് തേവർ മഹാദേവ ക്ഷേത്രത്തിലെ കർക്കിടക കഞ്ഞി വിതരണത്തിനായി റോഡരികിലെ ആളിൽ സ്ഥാപിച്ച 2 ഫ്ലെക്സ് ബോർഡുകൾ കഴിഞ്ഞ രാത്രി 11-ന് 2 ബൈക്കുകളിലായി വന്ന 6-അംഗ സംഘം തകർത്ത് സമീപത്തെ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിനൊടുവിൽ ഇന്ന് രാവിലെ 8-ന് ഒരു സംഘം യുവാക്കൾ ചാട്ടുകുളത്തെ ബസ് സ്റ്റോപ്പ് തല്ലി തകർത്തു. കഴിഞ്ഞ രാത്രിയാണ് പിള്ളക്കാട് ഭാഗത്തു നിന്ന് 2 ബൈക്കുകളിൽ വന്ന 6-അംഗ സംഘം ചാട്ടുകുളത്തെ റോഡരികിൽ ആളിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചത്. ബൈക്കുകളിലെത്തിയ 6-അംഗ സംഘത്തിലെ 2 പേർ ആളിൽ കയറി ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നതിനിടെ അതുവഴി വന്ന നാട്ടുകാരെ കണ്ടതോടെ താഴെ നിന്നിരുന്ന 4 പേരും ഓടി രക്ഷപ്പെട്ടു. മരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയ 2 പേരെ പിടികൂടുന്നതിനിടെ ഇരുവരും കുതറിമാറി ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഘം സഞ്ചരിച്ചിരുന്ന 2 ബൈക്കുകൾ നാട്ടുകാർ കേടുവരുത്തി. ഇതിനുശേഷമാണ് ഇന്ന് രാവിലെ 8-ന് ഓലയും ഷീറ്റും മേഞ്ഞ ചാട്ടുകുളത്തെ ബസ് വെയിറ്റിംഗ് ഷെഡ് സ്ഥലത്തെത്തിയ ഒരു സംഘം തല്ലി തകർത്തത്. വെയിറ്റിംഗ് ഷെഡിന്റെ പല ഭാഗങ്ങളും സമീപത്തെ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. നാട്ടുകാരുടെ മർദ്ദനമേറ്റ യുവാക്കൾ കുന്നംകുളത്തെ 2 ആശുപത്രികളിൽ ചികിത്സയിലാണ്. ചാട്ടുകുളം കാവിലക്കാട് മേഖലയിൽ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാനുള്ള ചിലരുടെ ശ്രമങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് സൂചനയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM and Sons, Dindigul. Zone distributor Roja Agencies, Kunnamkulam. Phone 9446 145776, 9446 145778.
ക്ഷേത്രത്തിൽ ഭക്തയെ മർദ്ദിച്ചതിനെതിരെ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധ പ്രകടനം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ വയോധികയെ ജീവനക്കാരൻ തള്ളിയിട്ട് തുടയെല്ല് പൊട്ടിയ സംഭവത്തിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ദേവസ്വം ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൈരളി ജംഗ്ഷൻ സമീപം നിന്ന് ആരംഭിച്ച മാർച്ച് മഹാരാജ ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഭക്തർക്ക് സുഗമമായ രീതിയിൽ ക്ഷേത്ര ദർശനത്തിനുള്ള അവസരം ഒരുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി AO ജഗത് നിവാസ്, വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി AN പ്രജീഷ്, സോമൻ തിരുനെല്ലൂർ, EM മഹേഷ്, M ബിജേഷ്, ബാലൻ തിരുവെങ്കിടം തുടങ്ങിയവർ സംസാരിച്ചു. എരമംഗലം സ്വദേശി കുഞ്ഞുലക്ഷ്മിയെ മർദ്ദിച്ച സെക്യൂരിറ്റി ജീവനക്കാരൻ ശിവശങ്കരനെ പുറത്താക്കണമെന്നും ഇവരുടെ ബന്ധുക്കളോട് നിരുത്തരവാദിത്വപരമായി പെരുമാറിയ ദേവസ്വം ഇൻഷുറൻസ് ജീവനക്കാരി, ദേവസ്വം മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് നിവേദനവും നൽകി. ഉന്നത ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ എന്തിന് ദേവസ്വം ബോർഡിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ദേവസ്വം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഭക്തജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ശിവശങ്കരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ, തൽക്കാലം എന്ന് പറയുന്ന അമ്മയെ സംസ്ഥാന സർക്കാരിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിക്ക് മേഖലയിലെ പഞ്ചായത്തുകളിൽ തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിക്ക് മേഖലയിലെ പഞ്ചായത്തുകളിൽ തുടക്കമായി. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ ചിറ്റം കൃഷിഭവനിൽ നടന്ന പച്ചക്കറി തൈ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. കർഷകർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർക്കാണ് തൈകൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോടത്തൂർ ഗംഗാധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ AY ഹമീദ്, MS സുരേഖ, കൃഷിഭവൻ ഉദ്യോഗസ്ഥന്മാർ എന്നിവർ പങ്കെടുത്തു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന തൈ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഓമന ബാബു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ KN നാരായണൻ, വാർഡ് മെമ്പർമാരായ സീന വിൽസൺ, അജീഷ്, മധു പുന്നത്തൂർ, കൃഷി ഓഫീസർ ജയശ്രീ എന്നിവർ പങ്കെടുത്തു. വിപണി: അടയ്ക്ക പഴയത് 4300 രൂപ മുതൽ 4500 രൂപ വരെ, പുതിയത് 4250 രൂപ മുതൽ 4560 രൂപ വരെ, രണ്ടാം തരം 3000 രൂപ മുതൽ 3650 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമൂഹ്യ ബോധത്തിന്റെ കുറവാണ് സമൂഹത്തിൽ കുറ്റവാസനകൾ കൂടുന്നതിനുള്ള കാരണമെന്ന് MR അജിത് കുമാർ IPS. കാണിപ്പയ്യൂരിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 25,000 രൂപയും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ പ്രശസ്തമായ ഇല്ലനിറ. ചാട്ടുകുളത്ത് ക്ഷേത്രത്തിന്റെ ഫ്ലെക്സ് ബോർഡുകളും ബസ് സ്റ്റോപ്പും സാമൂഹ്യ വിരുദ്ധർ തല്ലിത്തകർത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തയെ മർദ്ദിച്ചതിനെതിരെ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധ പ്രകടനം. സംസ്ഥാന സർക്കാരിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിക്ക് മേഖലയിലെ പഞ്ചായത്തുകളിൽ തുടക്കമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.